ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഗൾഫ് റിക്രൂട്ട്മെന്റ് ഏജൻസികളെ പറ്റി പറയുന്നത് വിത്ത് എവിഡൻസ് സഹിതമാണ്. അത് വേണ്ടപ്പെട്ട അധികാരികൾ ആരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറായാൽ, ഇതുവരെയും എൻ്റെ വാക്കോ അതൊന്നും കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു കാര്യം നമ്മുടെ ഇവിടെ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു മനുഷ്യക്കടത്ത്, അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുപോയിട്ട് ചതിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മാത്രം ആ ഏജൻസിക്കെതിരെ, പക്ഷേ അപ്പോഴും ആ ഏജൻസിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പുറത്തു വരുന്നില്ല. ഒരു ഏജൻറ്റ് ചതിച്ചു എന്നുള്ള രീതിക്കായിരിക്കും വരുന്നത്. എന്തുകൊണ്ടാണ് ആ ഏജൻസിയുടെ പേര് ഇവർ പറയാത്ത? പോലീസ് പറയുന്നില്ലല്ലോ. പോലീസ് ആരെയാണ് ഭയക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പോലീസ് ഇങ്ങനെ രാഷ്ട്രീയത്തിനും പണത്തിനും പേടിച്ചിങ്ങനെ പ്രവർത്തിക്കാൻ നിന്നാൽ ഈ നാട്ടിലെ സ്ഥിതി എന്തായിരിക്കും? ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ നാട്ടിൽ ഈ ജോലി തരാൻ നമ്മൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ്, ഇവിടെ നിൽക്കാനായിട്ടൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നത്. ഇതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ ആൾക്കാർക്കും ഒക്കെ അറിയാവുന്നതാണ്. അത് ഉപയോഗിച്ചാണ് ഇവിടുത്തെ പണമുള്ളവൻ ഈ ഏജൻസി നടത്തുമ്പോൾ ലൈസൻസ് ഉള്ളത് കൊണ്ട്, ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട്. എൻ്റെ അടുത്തൊരു ലൈസൻസ് ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ കമ്പനിയില്ല, അതിൻ്റെ ഓണറല്ല, അയാളുടെ ഒരു വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. കാരണം അവർ ലൈസൻസ് അവർക്കുള്ളത് ഇവിടെ എറണാകുളത്തുള്ള ചെറിയ ചെറിയ ജോലികൾക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഓഫീസ് സ്റ്റാഫോ അങ്ങനെയുള്ള അത് മാത്രമേ ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അവരുടെ ഓൺലൈനിൽ പരസ്യം കണ്ടിട്ട് ഞാൻ ചെല്ലുകയായിരുന്നു. അപ്പോൾ ചെന്നപ്പോഴാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, അവരെന്തോ ഒരു LLP കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ലാസ്റ്റ് ഇത് കിടക്കുന്നത്. നമ്മുടെ ലിമിറ്റഡ് എന്നൊക്കെ പറയണ പോലെ LLP ആണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇതൊരു നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ലൈസൻസ് ഞങ്ങൾ എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളപ്പോൾ ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നാൽ അപ്പോൾ എന്തായിരിക്കും, നിങ്ങൾ എന്ത് ഗ്യാരണ്ടി ആയിരിക്കും കൊടുക്കാൻ പോകണം കാൻഡിഡേറ്റ്സിന്, അല്ലെങ്കിൽ ജോലി കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികൾക്ക്? നിങ്ങൾ ഇത്രയും പൈസ ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് അവർ 2 lakhs മേലാണ് ചോദിച്ചത്. ഒരു സെക്യൂരിറ്റിയുടെ ഒരു ജോലിക്കായിരുന്നു. ഞാനൊരു അൺസ്കിൽഡ് ലേബർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ജോബുകളാണ് ട്രൈ ചെയ്തിരുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, പോയിട്ട് ജോലി കിട്ടാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ ഇവിടെ വന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്കെതിരെ നടപടി എടുക്കും. അപ്പം ഞങ്ങൾ അതിനനുസരിച്ച് അത് പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് അതിൽ നിന്ന് ഞങ്ങളെങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യും എന്നുള്ളതാണ് അവർ പറഞ്ഞ മറുപടി. അപ്പം നമ്മുടെ ഒരു മനുഷ്യ ജീവന് എന്ത് ഗ്യാരണ്ടി ഉണ്ട് നമ്മളുടെ ഇവിടെ നിന്ന് ആളെ കയറ്റി വിടുന്ന ഈ ഏജൻസികൾ ചെയ്യുന്ന പ്രവർത്തനം? ഇപ്പോൾ ഒന്നല്ലേ, ഫാൾട്ട് വന്നാൽ മാത്രം അത് അപ്പോഴേ നമ്മുടെ പോലീസിന് നിയമ നടപടി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ എനിക്ക് ഉണ്ടായൊരു ദുരനുഭവം,